നിങ്ങൾ പലപ്പോഴും ഫാറ്റ് ഒഴിവാക്കുന്ന ഫാറ്റ് 9 കലോറിയാണെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ പറഞ്ഞില്ലേ എന്തിനാണ് ഫാറ്റ് നമുക്ക് പ്രകൃതി 9 കലോറി തന്നത്? വെറുതെ ഒരു നമ്പർ ഇട്ടതല്ല അവിടെ. നിങ്ങൾ ഈ പശുവിനെയും പുലിനെയും തന്നെ എടുത്തോ. പുലി എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുക? കാരണം പ്രകൃതിയിൽ അത്രയും ഭക്ഷണം കൊടുത്തിട്ടുണ്ട് നമുക്ക് പശുവിനെ തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ? പച്ചപ്പായിട്ടും പുല്ലായിട്ടും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവർക്ക് എനർജി കുറച്ച് മതി. അപ്പൊ 4 കലോറി കാർബോഹൈഡ്രേറ്റിന് ആവശ്യമുള്ള അവർക്ക് ഫുഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതുപോലെയാണോ പുലിയും സിംഹം എന്നൊക്കെ പറയുന്നത്? അവർ ഹണ്ടിങ് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 6, 7, 8 പ്രാവശ്യം ചെയ്യുമ്പോഴാണ്. കാരണം അവർ അത്ര 6, 8 പ്രാവശ്യം അവർ അത്ര അധ്വാനിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് അന്നത്തെ ഭക്ഷണം കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അത്ര എനർജി വേണം. 9 കലോറി എനർജിയാണ് തന്നെ. ഇനി പോട്ടെ, ഇനി ATPന്റെ കാര്യം പറ്റും. എല്ലാ മണ്ടന്മാരും പറയുന്നില്ല കാർബോഹൈഡ്രേറ്റിന്റെ ആൾക്കാർ നമുക്ക് എനർജി ഏറ്റവും കൂടുതൽ തരുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇനി ATP എടുത്തോ. കാർബോഹൈഡ്രേറ്റ് എന്ന് കിട്ടുന്നത് 36 ATP ആ. ഫാറ്റിൽ നിന്ന് കിട്ടുന്ന എത്ര നിങ്ങൾക്കറിയോ? 147 ATP. ഡബിൾ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രകൃതിക്കാരാ നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അന്നത്തെ ഭക്ഷണം കിട്ടുള്ളൂ. ഈ മനുഷ്യന്റെ ഇടയിലേക്ക് വരാം എടുത്തോ. മനുഷ്യന്റെ ഹൺഡ്രഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സക്സസ് ആണ്. ഒരു 3-4 പ്രാവശ്യം ഹൺഡ്രഡ് നമുക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഇനിയും പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് 9 കലോറി അവിടെ കൊടുത്തതെന്ന് പറഞ്ഞുതരാം. മനുഷ്യൻ അത് ചില സമയങ്ങളിൽ സ്റ്റാർവിംഗിലായിരിക്കും, ഫുഡ് കിട്ടില്ല, പട്ടിണി കിടക്കലായിരിക്കും. ചിലപ്പോൾ ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടുക? അവർക്ക് എരേനെ കിട്ടുക. അപ്പൊ അവർ ഡയറക്റ്റ് പോയി തിന്നുന്ന സമയത്ത് അവർക്ക് പ്രോട്ടീൻ സ്പെയർ ചെയ്ത് പോകരുത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് അവർ റിപ്പയർ ആൻഡ് ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പ്രോട്ടീൻ 4 കലോറി, ഫാറ്റ് 4 കലോറി എടുത്തതെന്ന് പ്രകൃതി തന്നെന്ന് വിചാരിച്ചോ. ഇപ്പൊ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ എനർജിക്ക് വേണ്ടി പോകും. അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി നമുക്ക് പ്രകൃതിയാൽ തന്നതാണ് ഈ ഫാറ്റിന് 9 കലോറി ഡബിൾ കൊടുത്തത്. കാരണം ഫാറ്റ് എന്ന് പറഞ്ഞ എനർജി മാത്രമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ റിപ്പയർ ആൻഡ് ഗ്രോത്തിന് പോകാനും വേണ്ടിയിട്ടാണ്.